ഹലോ കൂട്ടുകാരെ, മലയാളി ബ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്നറിയാമോ? ഫ്രാൻസിലോട്ടാണേ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നോ കേട്ടോ. നമുക്ക് ഫ്രാൻസൊക്കെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് വരാമേ. എല്ലാവരും വായോ. അപ്പോൾ ഇത് നമ്മുടെ ദുബായിലുള്ളൊരു കുട്ടി ഫ്രാൻസിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കണ്ടോ, റിവർലാൻഡ് ദുബായ്. നമ്മുടെ ദുബായിലുള്ള ഒരു കുട്ടി ഫ്രാൻസിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ഫ്രഞ്ച് വില്ലേജ് ഉണ്ട്, നമ്മളത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് നമുക്ക് പ്രൊഫഷണൽ ക്യാമറ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർമിഷനൊക്കെ എടുക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ അകത്തോട്ട് അലോ ചെയ്യത്തില്ല. അപ്പോൾ പ്രൊഫഷണൽ ക്യാമറയുടെ പെർമിഷൻ, അകത്ത് കൊണ്ടുള്ള പെർമിഷനും കാര്യങ്ങളെല്ലാം നമ്മളെടുത്തു. അങ്ങനെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു റോബോട്ടിക് ടീ മെഷീൻ ഉണ്ട് കേട്ടോ. നമ്മൾ ചൂസ് ചെയ്താൽ മതി, ആ റോബോട്ട് നമുക്ക് ആ ടീ ഏതാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി തരും. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് പോയത് കൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള മൂടൊന്നും അല്ലായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും വൈകിട്ടാകുമ്പോഴത്തേന് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ പാർക്കിലോട്ട് ഉച്ചയ്ക്ക് ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ നിന്ന് ഒരൊറ്റ മനുഷ്യരില്ല കേട്ടോ. നമുക്ക് വേണ്ടി അവർ പ്രൈവറ്റായിട്ട് റിസർവ് ചെയ്ത് വെച്ചാണ് കരുതുന്നത് കേട്ടോ. അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മൾ പോയ സമയം ഏകദേശം ഒരു 1:30-2 മണിയായിരുന്നു. അപ്പം ഇത് റിവർലാൻഡ് ദുബായ് എന്ന് പറയും. ആ റിവർലാൻഡ് ദുബായ്ക്കകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് വില്ലേജ് എന്ന് പറയും കേട്ടോ. അതായത് നമ്മുടെ ഒരു ഫ്രാൻസിൻ്റെ ഒരു ചെറിയൊരു മിനി ഫ്രഞ്ച് വില്ലേജ് എന്ന് പറയും. അവർ അതേ കണക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ബിൽഡിങ്സും പാലവും അമേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമേസിങ് വ്യൂ ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഉച്ച ആയതുകൊണ്ട് ആൾക്കാർ ആരും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ശരിക്കും നന്നായിട്ട് ഫോട്ടോസ് എടുക്കാനും കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ നന്നായിട്ട് പറ്റി. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ നേരത്തെ ആ സെക്യൂരിറ്റി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ലേറ്റായിട്ട് വന്നാൽ മതിയായിരുന്നു, കാര്യം ഇപ്പം ഭയങ്കര ചൂടല്ലേ. ഇപ്പം അബുദാബിയിലും ദുബായിലൊക്കെ ക്ലൈമറ്റ് നല്ല ചൂടാണല്ലോ. പക്ഷെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. നമുക്കൊരു പ്രൈവറ്റായിട്ട് റിസർവ് ചെയ്തേക്കുന്ന പോലായിരുന്നു. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഫുള്ളിരുന്ന് കാണുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് നമുക്ക് എല്ലാം നടന്ന് കാണാനും എൻജോയ് ചെയ്യാനും എല്ലാം നമുക്ക് പറ്റി. അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അവർ കറക്കിക്കൊണ്ട് നടന്ന് നമ്മളെ കാണിക്കും വണ്ടിയിൽ. പക്ഷെ ഞങ്ങൾ എന്തായാലും നടക്കാൻ വേണ്ടി പ്രിഫർ ചെയ്തു. കാര്യം നമ്മളെ കറക്കി കാണിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒരു റൗണ്ടിൽ തന്നെ എല്ലാം കഴിയത്തില്ലേ. അങ്ങനെ നമ്മൾ നടക്കാൻ വേണ്ടി തന്നെ തുടങ്ങി. അങ്ങനെ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാര്യം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി നമുക്ക് പ്ലേസസ് നമുക്ക് നന്നായിട്ട് കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ക്രൗഡൊന്നും അല്ലായിരുന്നു, നന്നായിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സും സ്റ്റോറുകളൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് നമ്മുടെ മാക്ഡൊണാൾഡ്സ് ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, അങ്ങനെ ഫ്രൈഡേ ഉണ്ട്, അങ്ങനെ കുറേ ഷോപ്സ് ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഫുഡ് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള അവസരങ്ങളുണ്ട്. റെസ്റ്റ് റൂംസ് ഉണ്ട്, പിന്നെ അത് കണക്ക് തന്നെ നമുക്ക് വേറെ ഗെയിം സോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ട്. കുറേ കാര്യങ്ങൾ ഈ റിവർലാൻഡിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഫ്രഞ്ച് വില്ലേജ് ആണ്. നമ്മുടെ എൻട്രി ഫീസ് വരുന്നത് 30 ദിർഹംസ് മാത്രമാണ്. ഈ ഫ്രഞ്ച് വില്ലേജ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഫ്രഞ്ച് വില്ലേജിനകത്ത് തന്നെ നമുക്ക് ഈ റിവർലാൻഡ്, അതായത് റിവർലാൻഡിൻ്റെ ഒരു പാർട്ടാണ് ഈ ഫ്രഞ്ച് വില്ലേജ്. ഇവിടെ തന്നെ നമുക്ക് വൈകിട്ട് ലേസർ ഷോയും പിന്നെ എനിക്ക് തോന്നുന്നു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഞാൻ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. വിശന്ന് കഴിഞ്ഞാൽ ഞാനല്ലാതെ ആവുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ മാക്ഡൊണാൾഡ്സിൽ കയറി എൻ്റെ ആർത്തി കണ്ടിലിരുന്ന് കഴിക്കാനുള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കാര്യം എന്നാലേ എനിക്ക് ബാക്കി നടക്കാനുള്ള ഒരു സ്ട്രെങ്ത് വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സെയിം അഫോർഡബിൾ പ്രൈസ് തന്നെയായിരുന്നു. നമ്മുടെ ഔട്ട് സൈഡിലുള്ള ആ സെയിം പ്രൈസ് തന്നെയാണ് അകത്ത്. ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ഇതിനകത്ത് കയറിയതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ആയിരിക്കുമെന്ന്. പക്ഷേ അത്രയും കൂടുതലൊന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വില്ലേജൊക്കെ കണ്ടിട്ട് ബാക്കി ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അബുദാബിയിലേക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നു. നമുക്കൊരു കോൾ വന്നു, നമുക്ക് ഈവനിങ് ഒരു ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഈ റിവർലാൻഡ് ദുബായ് വരുന്നവർ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ ആനുവൽ പാക്കേജ് ഉണ്ട്, എനിക്ക് മന്ത്ലി പാക്കേജ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും, അവർ എഴുതിയിട്ടുണ്ട് മോഷൻ ഗേറ്റ് ഉണ്ട്, നിയോൺ ഗാലക്സി ഉണ്ട്, ലെഗോലാൻഡ് ഉണ്ട്. നമുക്ക് ലെഗോ
ലെഗോ അതായത് ഓരോ ലെഗോ ലാൻഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ നമുക്ക് ഈ ബ്ലോക്സിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളുടെ ഉണ്ട്. നിയോൺ ഗാലക്സി അത് വേറൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയാണ്. മോഷൻ ഗേറ്റ് എന്ന് പറയുന്ന വേറൊരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. ഇതെല്ലാം ഈ റിവർലാൻഡിനകത്ത് തന്നെയാണ് ഉള്ളത്. അതിനൊക്കെ നമുക്ക് വേറെ വേറെ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറണം കേട്ടോ. അതേപോലെ തന്നെ റിസോർട്ടും ഉണ്ട് ഇതിനകത്ത്. നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് റിസോർട്ട്സും ഉണ്ട്. അതേപോലെ തന്നെ നല്ല ഇറ്റാലിയൻ അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 ദിവസത്തെ പാക്കേജിനൊക്കെ ഫുൾ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് ഈ റിവർലാൻഡ്. ഇത് നമ്മുടെ ദുബായിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ കുറേ അമ്യൂസ്മെൻറ്റ് പാർക്സും അതേപോലെ തന്നെ റിസോർട്ട്സും അതേകണക്ക് തന്നെ എല്ലാ ഗെയിം ആക്ടിവിറ്റിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ റിവർലാൻഡിന് മാത്രം ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഈവനിങ് നമുക്ക് ലേസർ ഷോയും അവരുടെ മ്യൂസിക്കൽ ഫൗണ്ടനും ഉണ്ടെങ്കിൽ അതും ഓരോ ദിവസം എനിക്കൊന്ന് ഓരോ ഷോ ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയാൻ പറ്റിയില്ല, കാര്യം ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ഒരു ധൃതി വന്നതുകൊണ്ട്. അപ്പം ഈ സമയത്ത് ക്ലൈമറ്റ് ഭയങ്കര ചൂടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാം അങ്ങനെ ഉച്ചയ്ക്കൊന്നും അവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രിഫർ ചെയ്യുന്നൊരു സമയം നിങ്ങൾക്ക് പോകാൻ നല്ലത് 4 PM to അല്ലെ 5 PM തൊട്ടായിരിക്കും ഈ ചൂട് കാരണം. ഇല്ലെങ്കിൽ പിന്നെ ഒത്തിരി ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ അതിനോട് അത്ര എഗ്രി ചെയ്യുന്നില്ല. കാര്യം നമുക്ക് ചിലപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഈ വ്യൂസ് ഒന്നും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല. ഇരുട്ടിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ വേറൊരു ഈവനിങ് വൈബായിരിക്കും. ലൈറ്റ്സ് ഒക്കെ ഓണായി ഈവനിങ് ഒരു വൈബായിരിക്കും. പക്ഷെ നല്ല നല്ല ഫോട്ടോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇതേ കണക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്കും വേണ്ടി മാത്രം അവർ ഒരുക്കി വെച്ചിരിക്കുന്ന കണക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും എൻ്റെ ഹസ്ബൻഡും. ശരിക്കും ഞങ്ങൾക്ക് നന്നായിട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പക്ഷേ കുറച്ച് വെള്ളവും അതേ കണക്ക് തന്നെ കുറേ ടിഷ്യൂ പേപ്പറൊക്കെ കരുതുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ വേർത്തൊലിച്ചൊരു നമ്മൾ പടുതിയാവും. ഇതിൻ്റെ ഇടയിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഇതൊക്കെ റിസോർട്ടാണ്, അവിടെ താമസിക്കാൻ വേണ്ടിയുള്ളവർക്കുള്ള റിസോർട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ബുക്ക് ചെയ്ത് പോകാനാണെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം. ചിൽഡ്രൻസിനൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും. ഒരു പക്ക ആക്ടിവിറ്റി, എല്ലാം ഒരു പക്ക ആക്ടിവിറ്റി സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം വെക്കേഷനൊക്കെ ഒരു മിനി വെക്കേഷനൊക്കെ സ്പെൻഡ് ചെയ്യുന്നവർക്ക്, അബുദാബിയിലുള്ളവർക്കായാലും ദുബായിലുള്ളവർക്കായാലും ഫോറിനേഴ്സ് ആർക്ക് വേണമെങ്കിലും ഇത് ഒരു അമേസിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈ റിവർലാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ദിവസം ഓരോന്ന് കയറി നമുക്ക് കണ്ട് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇറങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ല നമുക്ക് ഇപ്പോൾ റിവർലാൻഡിൽ മാത്രം കയറി നമുക്ക് ഈ ഫ്രഞ്ച് കോളനി കാണാനാണെങ്കിൽ വെറും 30 dirhams മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാം, റെസ്റ്റോറൻറ്റിൽ ഫുഡും കഴിക്കാം, അവരുടെ ലേസർ ഷോയും കാണാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ കണ്ടോ ഇങ്ങനെ നമ്മൾ ഏത് എടുത്ത ടിക്കറ്റ് എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി വണ്ടികളുണ്ട്. അപ്പം നമ്മൾ ടയേർഡ് ആവുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് കാണിച്ചാൽ അവർ നമ്മൾ ഏത് സൈഡ് എവിടുന്ന് ഇപ്പോൾ മോഷൻ ഗേറ്റിൽ നിന്നാണ് എടുത്തെങ്കിൽ അങ്ങോട്ട് നമ്മളെ വിടും. നിയോൺ ഗാലക്സി ആണെങ്കിൽ നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്യും, അവിടുന്ന് തിരിച്ചു കൊണ്ടുവിടുന്ന സർവീസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴാണ് ഞങ്ങൾ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ടയേർഡായെന്ന് കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു ആൾ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ വണ്ടി കയറുന്നുണ്ടോ, ഞങ്ങളിവിടെ ജസ്റ്റ് കറക്കാമെന്ന്. ഓൾറെഡി അപ്പം ഞങ്ങൾ ഇറങ്ങാറായിരുന്നു. കാര്യം നമുക്ക് പെട്ടെന്ന് അബുദാബി പോകേണ്ട കാര്യം വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാറായിരുന്നു. എന്നാലും ആ പുള്ളി നമ്മളോട് ചോദിച്ചില്ല, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ വണ്ടി കയറിയില്ലെന്ന് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഇരുന്നങ്ങ് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ ഒരു മിനി വണ്ടിയിൽ ഇങ്ങനെ കയറ്റിയിട്ട് നമ്മളെ അവർ ജസ്റ്റ് ഒന്നുകൂടെ ഫുള്ളൊന്ന് കറക്കി നമ്മളെ കാണിക്കും. അപ്പോൾ ആ വ്യൂ ഒക്കെ നിങ്ങളൊന്ന് കണ്ടോ കേട്ടോ.
അപ്പോൾ കൂട്ടുകാരെ, മോർണിംഗ് വ്യൂ ഓഫ് റിവർലാൻഡ് ഞങ്ങൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉറപ്പായിട്ട് ഒരു ദിവസം ഈവനിങ് ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ. കാര്യം നമ്മൾ ഈവനിങ്ങിലെ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളെ അതും കാണിക്കാം. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് ഇന്നുവരെയും കാണാം. അതുവരെയും ബൈ.